ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക്, അതായത് അപ്കമിങ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാണുന്നവർ ദയവ് ചെയ്തൊരു ലൈക്കും ഒരു ഹൈപ്പും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നലെ പറഞ്ഞ കഥയുടെ കുറച്ച് ഭാഗങ്ങൾ, അതായത് അതിനെ തുടർന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അലീനയും രോഹിത്തും കൂടി ചേർന്ന് എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചേക്കാണ് കേട്ടോ. അപ്പം കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അലീനയ്ക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അവിടെ കുറച്ച് ദിവസം ഒരാഴ്ച അങ്ങോട്ട് പോയി തങ്ങണം, അതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ രോഹിത് ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. രോഹിത്തിന് തൽക്കാലം ഇപ്പൊ കോളേജിൽ പോകാനൊന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് രോഹിത്തിന്റെ ബോറടി മാറുകയും ചെയ്യും. രോഹിത്തിന് വേറൊരു സ്ഥലത്തേക്ക്, അതായത് എന്താ പറയാ, നമുക്ക് ഈ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു യാത്ര പോകുന്നതും മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നതും ഒക്കെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഉണർത്താനും സന്തോഷിപ്പിക്കുവാനും ഒക്കെ പറ്റുമല്ലോ. അപ്പൊ അലീന അതുകൊണ്ട് രോഹിത്തിനെയും കൂട്ടി പോകുന്നത്. കൃഷ്ണമോള് നിർബന്ധം പിടിച്ചു കേട്ടോ. ഏതായാലും യാത്രയാവുകയാണ്. പെട്ടിയും ബാഗും ഒക്കെ എടുത്തു വെച്ചു നമ്മുടെ രോഹിത്തും അലീനയും കൂടി ചേർന്ന്. അങ്ങനെ രോഹിത്തും അലീനയും പെട്ടിയും ബാഗും ഒക്കെ എടുത്തു വെച്ചപ്പോൾ തന്നെ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും അത്രയ്ക്കൊന്നും പോരാ. അങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേടി കള്ളി, നീ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം നിന്നെ കൊണ്ടുപോകാന്ന് ഞാൻ പറയുകയൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്, ബബിത ഇവിടെ തന്നെ ഉള്ളപ്പോൾ നിന്നെ കൊണ്ടുപോകുന്നത് ശരിയാണോ മോളെ? അതുകൊണ്ടല്ലേ, അല്ലാതെ നിന്നെ പറ്റിച്ചൊന്നുമല്ല. ഇനി ഒരു ദിവസം ഞാൻ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകും, ഒരു ദിവസം പോകുമ്പോൾ ബബിതനെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങളുടെ പരാതി തീരുമല്ലോ. അപ്പൊ ബബിത പറയുന്നുണ്ട്, ഓ പിന്നെ എനിക്ക് എറണാകുളത്തേക്ക് വരുമൊന്നും വേണ്ട, എറണാകുളം കാണാത്തതുപോലെ ഞാനും കുറെ എറണാകുളം കണ്ടിട്ടുള്ളതൊക്കെയാണ്. നമ്മുടെ ബബിതയ്ക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും ഇപ്പോഴും മസിൽ പിടിച്ചാട്ടോ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ബാലചന്ദ്രൻ മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഒരു യാത്ര പോകുമ്പോൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. സൂക്ഷിച്ചു പോണം, തിരിച്ചിവിടെ എത്തുന്നത് വരെ അലീനയും രോഹിത്തും ഒരുമിച്ച് തന്നെ ആയിരിക്കണം, രണ്ടുപേരും സന്തോഷത്തോടു കൂടി പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനയും അതുപോലെ രോഹിത്തിനെയും കൂടെ യാത്ര അയക്കുകയാണ്. അങ്ങനെ ഒരു ഓട്ടോ വന്നു, ആ ഒരു ഓട്ടോയ്ക്കാണ് അവർ പോകുന്നത്. ആ ഓട്ടോയിൽ കയറി അവർ ബസ്സിലാണ് നേരെ എറണാകുളത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ എറണാകുളത്തേക്ക് ചെല്ലാറൊക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തെ നമ്മുടെ രേവതിക്കുട്ടിക്കാണ് ഒരു സമാധാനവും ഇല്ല. വീടിന്റെ ടെറസിന്റെ പൊക്കത്ത് കയറി നിന്ന്, ആ വീടിന്റെ ടെറസിന്റെ പൊക്കത്ത് കയറിയാലാണ് അവിടുത്തെ ചുറ്റുമുള്ള ചുറ്റുപാടും കാണാനായിട്ട് സാധിക്കും. ആ വീട്ടിലേക്ക് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതി ആ ടെറസിന്റെ മണ്ടയിൽ നിന്ന് മാറുന്നില്ല. ഏത് നേരവും ടെറസിന്റെ മണ്ടയിൽ ചെന്ന് നിൽക്കുകയാണ്. അലീന ചേച്ചി വരുമ്പോ ഓടി ചെന്ന ഒരു കെട്ടിപ്പിടുത്തോ ഒരു ഉമ്മ വയ്ക്കലും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ആ ടെറസിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണേ. നമ്മുടെ മാമച്ചനും ഗ്രേസി ആണെങ്കിൽ മടുക്കാണ്, വിളിച്ചു മടുക്കുക. ഈ പെണ്ണ് ഇത് എവിടെ പോയി കിടക്കുകയാണ്, ഈ പെണ്ണിന് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ മാമച്ചനാണ് വിളിക്കുന്നത്. അപ്പൊ ഗ്രേസി പറയാം, എന്റെ പൊന്ന്, നിങ്ങൾ ഇവിടെ കിടന്ന് തൊണ്ട ഇട്ട് അടിച്ചിട്ടോ തൊണ്ട ഇട്ട് ഇങ്ങനെ വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അവൾ ആ ടെറസിന്റെ മണ്ടയിലുണ്ട്. ടെറസിന്റെ മണ്ടയിലോ? അവൾ എന്തിനാ ഇപ്പൊ ടെറസിന്റെ മണ്ടയിൽ പോയിരിക്കുന്നത്? അതേ, ഇവിടെ എല്ലാ ഭാഗവും കാണാൻ പറ്റുന്ന ഏക ഒരു സ്ഥലം ടെറസിന്റെ മോളല്ലേ. അപ്പൊ അതുകൊണ്ട് അവൾ അവിടെ പോയത്. അതെന്തിനാ അവൾ അവിടെ പോയി എല്ലാ ഭാഗവും നിരീക്ഷിക്കുന്നത്? അറിഞ്ഞില്ലായിരുന്നോ? അലീന ഇന്നിങ്ങോട്ടേക്ക് വരികയല്ലേ, അപ്പം അവക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണ്ടേ, കാണണ്ടേ? ഓ, അതിനു വേണ്ടിയാ അവിടെ നിന്ന് വരുന്നതേ. അവക്ക് ഇവിടുന്ന് കണ്ടാലല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റത്തുള്ളൂ. ഓ, ഈ പെങ്കൊച്ചിന്റെ ഒരു കാര്യം, അവൾ ഇങ്ങോട്ട് മര്യാദയ്ക്ക് വിളിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേസിയും വിളിക്കുകയാണ് രേവതിനെ. അപ്പൊ രേവതി ഇങ്ങനെ പുറൂർത്തോണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്തിന്റെ സൂക്കേടാ ഇതെന്നൊക്കെ പറഞ്ഞ് പുറൂർത്തോണ്ടാണ് ഇറങ്ങി വരുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ രേവതിക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് അലീനെ കണ്ടാ മതിയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ രേവതി ചോദിച്ചു, നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ, നിങ്ങൾ എന്തിനാ കിടന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? രേവതി 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 കേട്ടു മടുത്തു. സ്വൈര്യമില്ലല്ലോ, എന്താ രണ്ടുപേർക്കും വേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം, അതെ, നീ ഇവിടത്തെ ആരാടി? ഞാൻ ആരാ ഇവിടത്തെ? അത് ഞാൻ ഇവിടുത്തെ ആരാ? ദേ, നീ ഇവിടെ ഞങ്ങളെ നോക്കാൻ വന്ന വേലക്കാരിയാന്നുള്ള കാര്യം നീ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ടേ. അതൊക്കെ മറന്നു പോകും. ഞാൻ വേലക്കാരിയൊക്കെ ആണെങ്കിലും ഇപ്പൊ ഞാൻ ഇവിടുത്തെ വീട്ടുകാരി തന്നെയാ. അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറ. സൗകര്യം തരത്തില്ലല്ലോ. ഞാൻ കുറച്ചു നേരം ടെറസിന്റെ മണ്ടേ പോയി നേരം നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? നിങ്ങൾക്കുള്ളത് കഴിക്കാനും കുടിക്കാനും എല്ലാം കറക്റ്റ് സമയത്ത് തരുന്നില്ലെന്ന് വെച്ചപ്പോ, കഴിക്കാനോ? നീ എന്താടി കഴിക്കാൻ തരുന്നത്? തൊട്ട് നക്കാനായിട്ട് കുറെ പാവയ്ക്ക ജ്യൂസും നെല്ലിക്ക ജ്യൂസും എന്തോ കഞ്ഞിയൊക്കെ അല്ലാതെ നീ എന്താടി ഞങ്ങക്ക് തരുന്നത്? അത് തൽക്കാലം ഇപ്പൊ കഴിച്ചാ മതി രണ്ടുപേരും. അല്ലെ, ഡോക്ടർ അവിടെ ചെല്ലുമ്പോഴേ എന്നെയാ വഴക്ക് പറയുന്നത്. ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം ഫ്രീ ആയിട്ട് ചെല്ലും, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ കുറെ ഷുഗറും പ്രഷറും BP മാങ്ങാത്തൊലി അത് ഇതെന്ന് പറഞ്ഞോണ്ട് വരാനല്ലേ. മര്യാദയ്ക്ക് രണ്ടുപേരും ഇരുന്നു അവിടെ. ഞാൻ പറഞ്ഞേക്കാം, ഞാനേ അലീന ചേച്ചി വരുന്നത് നോക്കാൻ വേണ്ടി ടെറസിന്റെ മണ്ടയിൽ കയറി പോയതാ.
ഓ, നിന്റെ അലീന ചേച്ചി വിമാനത്തിലാണോ വന്ന് ഇറങ്ങുന്നത് ടെറസിന്റെ മറ്റേ നോക്കാനായിട്ട്? ആ, അലീന ചേച്ചി ചിലപ്പോ വിമാനത്തിലും എയറോപ്ലെയിനിലും ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങും. എന്താ പ്രശ്നം ഇരിക്കുന്നത്? ദേ, എന്നെ ഭരിക്കാൻ വന്നാണ്ടല്ലോ, ഞാൻ അലീന ചേച്ചി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അലീന ചേച്ചിയുടെ കൂടെ അങ്ങ് പോകും. പിന്നെ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട വരും, അത് ഓർത്തോണം. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ മാമച്ചൻ ഇങ്ങനെ പറയാണേ, ഇതിലും ഭേദം ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരുന്നു നല്ലതെന്ന്. അപ്പൊ പുറപുറത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനല്ല രേവതി ചോദിച്ചു, എന്താ 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 പുറപുറത്തത്? അല്ല, എന്താ പുറപുറത്തത്? ദേ, കൂടുതൽ പുറപുറത്താ ഉണ്ടല്ലോ. ഈ രേവതിയെ ആരാന്നറിയാലോ? സിംഗക്കുട്ടിയാ, സീവിടുവേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി കിച്ചണിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. നിങ്ങൾ കുറച്ചുപേര് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് രേവതി ഇച്ചിരി ഓവറാണെന്നൊക്കെ. എന്തായാലും രേവതിക്ക് കിട്ടിയ ക്യാരക്ടറല്ലേ രേവതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ കിച്ചണിലേക്കൊക്കെ അങ്ങ് പോകുന്നു. ഈ ഒരു സമയത്താണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ രോഹിത്തും അലീനയും കൂടെ വരികയാണ്. വണ്ടിയുടെ സൗണ്ട് കേട്ടത് രേവതി കിച്ചണിൽ നിന്ന് ഒരു കാറ്റ് വീശുന്ന പോലെയായിരുന്നു പറന്ന് ഓടുന്നത്. അതായത് നമ്മുടെ മാമച്ചനും ഗ്രേസിയും കൂടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു കാറ്റ് അങ്ങോട്ട് വീശി പോകുന്ന പോലെ അങ്ങ് തോന്നി കേട്ടോ. നോക്കിയപ്പോഴത്തേക്ക് രേവതിക്കുട്ടി ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോ തന്നെ നമ്മുടെ അലീന ബാഗും കാര്യങ്ങളൊക്കെ രോഹിത്തിന്റെ കൈ കൊടുത്തു. അറിയാം അലീനയ്ക്ക് ഇപ്പൊ ഒരു കെട്ടിപ്പിടുത്ത ഉമ്മ നടക്കുന്നത്. അങ്ങനെ അലീനയെ കണ്ടത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട്, എന്റെ ദൈവമേ, അലീന ചേച്ചി ക്ഷീണിച്ചു പോയല്ലോ, പനി പിടിച്ച് കിടന്ന് ക്ഷീണിച്ചു പോയതായിരിക്കും അല്ലേ? കഷ്ടമുണ്ട് കേട്ടോ, അങ്ങ് ക്ഷീണിച്ചു പോയി. പക്ഷെ കുറച്ച് കളർ വെച്ചിട്ടുണ്ട്, സുന്ദരി കുട്ടി ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ രോഹിത് അവിടെ നിൽക്കുകയാണ്. രോഹിത്തിനെ അപ്പം അലീന ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ നേരത്തെ രോഹിത് അവിടെ നിന്നപ്പോഴത്തേക്കും രേവതി തിരിഞ്ഞു നോക്കിയിട്ട്, എന്താ അവിടെ നിൽക്കുന്നത്? ഇനി താലപ്പൊലി വേണോ സ്വീകരിച്ച് അകത്ത് കയറ്റാനായിട്ട്? അതോ നിലവിളക്ക് എടുത്തുകൊണ്ട് വരണോ അകത്ത് കയറ്റാനായിട്ട്? അതോ മാലപ്പടക്കം പൊട്ടിക്കണോ അകത്ത് കയറ്റാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എന്റെ പൊന്നടി, നിന്റെ നാക്കൊന്ന് അടക്കി വെക്കും, ഇതുവരെ നിന്റെ നാക്കിന് ഒരു കുറവില്ലെന്ന് വെച്ചപ്പോ ഗ്രേസിയും മാമച്ചനും കൂടെ ഇറങ്ങി വന്നിട്ട്, അതിന് മാത്രം ഒരു കുറവില്ല, ദിവസം കൂടും തോറും ഉണ്ടല്ലോ ഇവളുടെ നാക്കിന്റെ നീളം കൂടിക്കൂടി വരിക. എന്ത് ചെയ്യാനാ, ഇതെല്ലാം സഹിക്കുന്നത് ഞങ്ങളല്ലേ മോളെ. ഇനി കുറച്ചു ദിവസം ഒരു കാര്യം ചെയ്യാം, അലീനയും രോഹിത്തും ഒക്കെ കൂടെ അങ്ങോട്ട് നിന്നോ. ഇത് കേട്ട് ഞങ്ങളങ്ങ് മടുത്തു. ഓഹോ, സത്യം പറയാലോ, ഇതിനെ എവിടെ നിന്ന് കിട്ടി അലീനെ? ഇതുപോലെ സ്നേഹനികേതനിൽ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അയ്യോ, അതൊക്കെ എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ, കൂടി എന്നെ കുറ്റം പറയരുതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ചോറും കറിയൊക്കെ വേണമെങ്കിൽ മര്യാദിച്ച് സംസാരിക്കണം. ഓ, ആയിക്കോട്ടെ, മര്യാദയ്ക്ക് സംസാരിച്ചോളാമേ എന്ന് നമ്മുടെ ഗ്രേസ്. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തിന് വലിയൊരു എന്താ പറയാ, ആ പുറത്ത് തന്നെ നിൽക്കുവോ, അകത്തേക്ക് ഇങ്ങ് കയറുന്നില്ല കേട്ടോ. രോഹിത്തിന് വല്ലാത്തൊരു പരിചയമില്ലാത്തൊരു വീട്, അത് മാത്രമല്ല എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് രോഹിത്തിന്, താൻ ഒരു റേപ്പ് കേസിലെ പ്രതിയാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത. പെട്ടെന്ന് നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്ക് രോഹിത് അവിടെ നിൽക്കുക. അതേ, പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറി വരാനായിട്ട്? താലപ്പൊലി ഒന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് കയറി വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ എടുത്ത് കഷത്തിൽ അങ്ങോട്ട് വെച്ചിട്ട് വലിച്ചോണ്ടങ്ങ് പോയി കേട്ടോ നമ്മുടെ രോഹിത്തിനെ. ഒരു കൂസലും ഇല്ലാതെ രോഹിത് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അങ്ങനെ രോഹിത്തിനെ കണ്ടോണ്ടേ മാമച്ചനും ഗ്രേസിയൊക്കെ പറഞ്ഞു, ഇതൊന്നും കാര്യാക്കണ്ട, ഇവൾ ആരാ സാധനം എന്നറിയാമോ? പൊട്ടാസ് പോലെ ഇവള് ഇരിക്കുന്നത്, പക്ഷേ ശബ്ദം ഉണ്ടല്ലോ അങ്ങ് കേക്കും. ഞങ്ങളതെ ഒരു കണക്കിന് ഇവിടെ ആക്കിയിട്ടേക്കാണ്. സത്യം പറയാലോ അലീനെ, ഇവളെ കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് നിവർത്തിയില്ല, ചൊവ്വ നേരെ ആഹാരം പോലും ഇവള് ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അലീന ചോദിച്ചു, ശരിയാണോടി, ഇവർക്ക് ആഹാരം ഒന്നും നീ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ? കൊടുക്ക്, ആഹാരം ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് കുറെ നാൾ ഇവിടെ നിൽക്കേണ്ട വരില്ല, എനിക്കങ്ങ് പോകേണ്ട വരും. എങ്ങോട്ടേക്കാന്നറിയുമോ? വേറെ എങ്ങോട്ടേക്കും. ഇവര് രണ്ടുപേരും പോകും അങ്ങ് പരലോകത്തേക്ക്. ഇവർക്കില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, അറിയാമോ? ഇവരിങ്ങനെ നിപ്പുണ്ടെങ്കിലും ഇവരെ ആവരണം ചെയ്ത് വെച്ചിരിക്കുന്നത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ എല്ലാം ഉണ്ട്. വിചാരിക്കുന്ന പോലെയല്ല. അതെ, ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ഞാനാ വഴക്ക് കേൾക്കുന്നത്, ഞാനല്ലേ ഇവരെ നോക്കുന്നത്. അപ്പൊ ഇങ്ങക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അതെ, കുടിക്കാൻ എന്താ വേണ്ടത്? അലീന ചേച്ചിക്ക് എന്താ വേണ്ടത്? രോഹിത്തിന് എന്താ വേണ്ടത്? എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പോയി എടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എടി ഇപ്പൊ വേണ്ടടി, ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ, ഞങ്ങളൊന്ന് ഇരിക്കട്ടെ. അതെ, അലീന ചേച്ചി ഇങ്ങ് വന്ന് എനിക്ക് കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രോഹിത്തിനെ മാമച്ചൻ വിളിച്ചിട്ട്, മോൻ ഇങ്ങ് വാ, മോൻ ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയാ, നല്ലൊരു രീതിയിൽ നല്ലൊരു ബഹുമാനം കൊടുത്ത് തന്നെ രോഹിത്തിനോട് സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും തന്നെ എല്ലാ ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ എത്തി കുടിക്കുന്നു. ഈ ഒരു സമയത്ത് ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് നമ്മുടെ രോഹിത്ത് മെഴുകി വാരുകയാണ്. അപ്പൊ രോഹിത്തിനോട് മാമച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമോനെ,
നമുക്ക് പുറത്തു വരെ പോയിട്ട് വരാം, അപ്പോഴത്തേക്ക് ഇവര് ഉച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ, നമുക്ക് പുറത്തു വരെ പോയിട്ട് വരാന്ന് പറഞ്ഞ് രോഹിത്തിനെയും കൂട്ടിയാണ്. രോഹിത്തിന് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഓടിക്കാൻ അറിയാം, പിന്നെ നമുക്ക് പുറത്തു പോകാം, എനിക്കൊരു ഡ്രൈവറിനെയും കിട്ടിയില്ലോ എന്ന് പറഞ്ഞു നേരെ പുറത്തൊക്കെ പോയി കറങ്ങാനൊക്കെ പോയി. ഈ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ചിന്നുമോളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം, കാരണം ചിന്നുമോള് ഒരാള് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇവർക്ക് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഇവർക്ക് അങ്ങോട്ട് പോയി കാണാനോ ഒന്നും സാധിക്കത്തില്ല. പക്ഷെ ചിന്നുമോളുടെ ഭാവിക്ക് ഒരാൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ആ കൊച്ചിന്റെ ഭാവി ഒന്ന് രക്ഷപ്പെടണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ചിന്നുമോളുടെ കാര്യം നമ്മുടെ അലീനയും രേവതിയും വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവര് റെഡിയാക്കി വെച്ചു. രോഹിത് ഭക്ഷണം കഴിക്കാൻ വന്നു, മാമച്ചനും വന്നു. ഇവരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ രോഹിത്തിനൊരു മടിയുണ്ട്, എപ്പോഴും മുഖത്തൊരു വല്ലാത്തൊരു വയ്യായികയുണ്ട്. അലീനയല്ല, നമ്മുടെ രേവതി ആണെങ്കിൽ രോഹിത്തിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കളിയാക്കി വാരുവാണ് കേട്ടോ. രോഹിത്തിനാണ് അതങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. കളിയാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ ഭയങ്കര കളിയാക്കലാണ് രോഹിത്തിനുണ്ട്. രോഹിത് അങ്ങോട്ട് ചോറിഞ്ഞു കയറുന്നുണ്ട്. അലീന മിണ്ടാതിരിക്കും രേവതി എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നില്ല. രേവതി രോഹിത്തിനെ മാക്സിമം കളിയാക്കാൻ പറ്റുമോ കളിയാക്കുന്നുണ്ട്. സ്നേഹം കൊണ്ടാണ് നമ്മുടെ രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഗ്രേസിയും മാമച്ചനും പറയുന്നുണ്ട്, ഒന്ന് നിർത്തടി, നീ എന്തിനാടി ഇതുപോലെ കിടന്ന് ആ കൊച്ചിനെ ഇട്ട് കിടന്ന് കളിയാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കളിയാക്കുകയൊക്കെ ചെയ്യും, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വർത്താനവും സംസാരവും ഒക്കെ ആയിട്ട് ഭയങ്കരമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തിനെ മാമച്ചൻ മാറ്റി വിളിച്ചു നിർത്തി കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ദേ, ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ മനസ്സിൽ കുറച്ച് അപകർഷതാ ബോധമൊക്കെ ഉണ്ട്, നീ എന്തോ വലിയ തെറ്റ് ചെയ്തവനാണ് എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമല്ല. നീ ഇവിടെ ഞങ്ങൾക്ക് ആരാന്നോ? ഞങ്ങൾക്ക് അലീന ആരാന്നോ? ഞങ്ങൾക്ക് രേവതി ആരാന്നോ? അവർ ഞങ്ങളോട് ഇത്രയ്ക്കും അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ കൊടുക്കുന്ന സ്നേഹ. ഒരിക്കലും ഈ വീട്ടിലെ അന്യല്ല രേവതി കുട്ടി. അതുപോലെ അലീനയും രേവതിയും ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെയാ. അപ്പം നീ അലീനയുടെ അനിയനല്ലേ, അപ്പൊ ഞങ്ങൾക്ക് നീ ആരാ? സ്വന്തം മകനല്ലേ. അതുകൊണ്ട് അതൊന്നും ഓർത്ത് അകൽച്ചയൊന്നും കാണിക്കരുത്. പിന്നെ രേവതി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് വായിക്ക് തോന്നുന്നത് ഗോതയ്ക്ക് പാട്ട എന്നുള്ള രീതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അതൊക്കെ അങ്ങ് ക്ഷമിച്ച് കളയണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തിന് ഏകദേശം ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി. പഞ്ചപാവങ്ങളാണ്, വലിയ പ്രശ്നക്കാരൊന്നും അല്ല എന്ന് നമ്മുടെ രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം ഇവരതുപോലെ അലീനയെ കാണുന്നു, രേവതിയെ കാണുന്നു. അപ്പം അതൊക്കെ ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ രോഹിത്തിനെയും കൂട്ടി പല സ്ഥലത്ത് കറങ്ങാൻ പോകാനൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പം ചാർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പം ഇന്ന് വൈകിട്ട് ഡിന്നർ വെളിയിൽ നിന്ന്, സെക്കൻഡ് ഷോയ്, പാർക്കിൽ പോകണം, മറൈൻ ഡ്രൈവിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, എല്ലാവരെയും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ചാർട്ട് അങ്ങ് എടുത്ത് നമ്മുടെ ഗ്രേസിയുടെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട്, ഇത് എന്താടിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ, ഇനിയിപ്പോ ഒരാഴ്ച ഞങ്ങൾ കറക്കം തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. മാമച്ചന്റെ മുമ്പിൽ ആ ലിസ്റ്റ് കൊണ്ടുവരുമ്പോ, ഓഹോ ഇത് കൊള്ളാലോ, ഇത് ഭയങ്കര ലിസ്റ്റ് ആയി പോയല്ലോ രേവതിക്കുട്ടി എന്ന് പറയുമ്പം, ഇത്രയും ലിസ്റ്റ് ഒക്കെ വേണം, ഇതൊക്കെ കേട്ടനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അങ്ങ് പോവും എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഓരോന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സീനുകളൊക്കെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രന് ഗംഗാധരനെ ഫോൺ വിളിക്കാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഗംഗാധരനെ ഫോൺ വിളിച്ചിട്ട് ഒത്തിരി ആയല്ലോ ഫോൺ വിളിച്ചിട്ട്. അപ്പം ബാലചന്ദ്രന്റെ ഫോണ് കാണുമ്പോഴത്തേക്കും എടുത്ത് ഹലോ എന്ന് ചോദിക്കുമ്പം, ഇതേ വിളിക്കുന്നത് ബാലചന്ദ്രനാണ് നെടുമ്പുരയ്ക്കൽ നിന്ന്, ഇത് ഗംഗാധരനല്ലേ, റിട്ടയർഡ് കേണൽ ഗംഗാധരനല്ലേ എന്ന് ചോദിക്കുമ്പോ അതെ എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല എന്താണ് ബാലചന്ദ്ര ഇങ്ങോട്ടേക്കൊക്കെ ഫോൺ വിളിക്കാൻ, ഈ നമ്പറൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോ, അങ്ങനെ മറക്കാൻ പറ്റുമോ എന്റെ പൊന്നളിയനല്ലേ? അതെ അളിയ, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത് വേറെ ഒന്നിനും അല്ല, അളിയൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. അവിടെ ഒരു റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരന്റെ നമ്പർ എനിക്കൊന്ന് വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോവാണ് നമ്മുടെ ഗംഗാധരൻ. അയ്യോ, തിരിച്ചൊരക്ഷരം പറയാൻ പറ്റുന്നില്ല, അണ്ണാക്ക് പൊങ്ങുന്നില്ല, ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ആവശ്യമാണ് ആ നമ്പർ, തന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്റെ കയ്യിൽ നമ്പർ ഇല്ല എന്ന് പറയുമ്പം, എന്നാ പിന്നെ ഞാൻ വൈജയന്തിയോട് നമ്പർ ചോദിച്ചോളാം. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് തികഞ്ഞു നമ്മുടെ ഗംഗാധരന്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ട് ഞാനിപ്പോ നിർത്താണ് കേട്ടോ. അപ്പം ഇതിന്റെ ബാലൻസ് നാളെ പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നിങ്ങൾക്ക് മുൻകൂട്ടി വിശേഷങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ ഒരു ഹൈപ്പും ഒരു ലൈക്കും ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.